സ്വാഗതത്തിന്റെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ ഫിനിഷ് സ്റ്റോക്കിനെ കുറിച്ചാണ്. ഡോണ്ട് ബൈ ഫിനിഷ് സ്റ്റോക്ക്. ഇനി വാങ്ങുന്നവര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഒരിക്കലും നിങ്ങൾ ഫിനിഷ് സ്റ്റോക്ക് വാങ്ങണ്ട. നമ്മളെല്ലാവരും ഇപ്പൊ പകുതി മുക്കാൽ ഒരു 100-90% ഫിനിഷ് സ്റ്റോക്ക് വാങ്ങിയിരിക്കുന്നത് അവന്റെ പർപ്പസ് അനുസരിച്ചിട്ടല്ല. നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു കോപ്പിയുടെ ചെയ്യുന്നത്. കാരണം വെച്ചാൽ മറ്റുള്ളവർ വാങ്ങിയിടുന്നു ഒരു ലുക്ക് എന്നുള്ള ബേസ് മാത്രമാണ് ഫിനിഷ് സ്റ്റോക്ക് വാങ്ങിയിരുന്നത്. അല്ലാതെ ഫിനിഷ് സ്റ്റോക്ക് യൂസ് ചെയ്യുന്നവരോട് ചോദിച്ചാൽ മതി, അത് നല്ല കംഫർട്ട് ഒന്നും തരുന്നില്ല. നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള എഫക്ട്, ഒരു സ്മൂത്ത് ആയിട്ടുള്ള സസ്പെൻഷൻ എന്നുള്ള ബേസിലാണ് ഫിനിഷ് സ്റ്റോക്ക് എല്ലാവരും വണ്ടിക്ക് ചൂസ് ചെയ്യുന്നത്. പക്ഷെ വാങ്ങിയത് പലവരും ഇപ്പൊ കൊടുത്ത് സെല് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് ഇപ്പൊ നോക്കിയാൽ കാണും, ഓലക്സിലാണെങ്കിലും ആ മാർക്കറ്റ് പ്ലേസിലാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഇഷ്ടം പോലെ കാണാൻ തുടങ്ങി. ഇപ്പൊ എല്ലാവരും പിന്നെ സ്റ്റോക്കിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ നല്ല പെർഫോമൻസിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാന്നല്ലേ, പെർഫോമൻസ് ഉള്ള ബ്രംബോന്റെ അല്ല RCBന്റെ ഒക്കെ ഷോക്കൊക്കെ വാങ്ങാന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് പൊട്ടും. ഏകദേശം ഒരു 10,000 അടുത്ത് പൊട്ടും. നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല, പുറത്തുനിന്ന് വരുത്തണേ എന്തായാലും ഒരു 10,000 10K അടുത്ത് 9K ആ റേഞ്ച് എന്തായാലും RCBന്റെ ഒക്കെ സസ്പെൻഷൻ വരും. പക്ഷെ അതിലുള്ള കംഫർട്ട് ഒന്നും നമുക്ക് ഇതിൽ ഒരിക്കലും കിട്ടത്തില്ല. കാരണം വെച്ചപ്പോ ഞാനിപ്പോ ഏകദേശം ഒരു 70 kg അടുത്തുണ്ട്. ഞാനിപ്പോ സിംഗിൾ ആയിട്ട് ഈ വണ്ടിയിൽ റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു രീതിയിലുള്ള കംഫർട്ടും ഈ വണ്ടി തരുന്നില്ല. ഈ ഷോക്കിനെ വെച്ച് കിട്ടുന്നില്ല. ഞാൻ ഓൾറെഡി നമ്മൾ ഹൈറ്റ് ലോവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണ്ടതിന് ഷോക്കാണല്ലോ ചെറിയ കെട്ടിട്ടിരിക്കുന്നത്. നമ്മുടെ ഒറിജിനൽ ഷോക്ക് വന്നിട്ട് ഇങ്ങനെയല്ല നിൽക്കുന്നത്, ഏകദേശം ഇങ്ങനെ ഒരു ടൈപ്പാണ് നമ്മുടെ ഒറിജിനൽ ഷോക്ക് നിൽക്കുന്നത്. പക്ഷെ ഇത് വന്നിട്ട് ഹൈറ്റ് ഉള്ള ചെയ്ത സമയത്ത് സ്ട്രൈറ്റ് ഇങ്ങനെയാണ്. അപ്പൊ തീരെ കംഫർട്ട് ഇല്ല. പിന്നെ കുറച്ചിങ്ങനെ ആക്കിയപ്പോൾ ചെറിയ രീതിയിലുള്ള കംഫർട്ട് ഉണ്ട്. പക്ഷെ വിത്ത് പിനിയൻ ആണെങ്കിൽ ഒരു 40 kg ഒരു 50 kg ഉള്ള ഒരു പിനിയൻ നമ്മുടെ വണ്ടിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കംഫർട്ട് കിട്ടത്തുള്ളൂ. നിങ്ങളിപ്പോ ആരാണെങ്കിൽ ഇപ്പൊ RX ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, RX ഫിനിഷ് ഷോക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് അങ്ങ് ഫിനിഷ് ഷോക്ക് ഉള്ള വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയാൽ, നിങ്ങൾ കട്ടറെ കൂടെ ഓടിച്ചു നോക്കി സോളോയിലും വിത്ത് പിനിയനിലും കൂടെ ഓടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ഇനി ആ ഒരു എമൗണ്ട് ഇറക്കിയിട്ട് നിങ്ങൾ ഫിനിഷ് സ്റ്റോക്കിന് വേണ്ടി ഡിമാൻഡ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഭയങ്കര ഡിമാൻഡ് ഔട്ട് ചെയ്തിട്ട് റേറ്റ് ഒക്കെ ഒരു 2000 അടുത്തൊക്കെ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ആ എമൗണ്ട് ഒന്നും ചിലവാക്കിയിട്ട് വണ്ടിയിൽ വെറുതെ കാശ് കളയാൻ വേണ്ടിയിട്ട് വാങ്ങിയിടാണ്ട. പിന്നെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, CD100ന്റെ ഒരു ഷോക്ക് ഉണ്ട്, 12 സ്പ്രിംഗ് വരുന്നത്. അത് നിങ്ങൾക്ക് ഈ വണ്ടിയിലേക്ക് യൂസ് ചെയ്യാം. അത് അത്യാവശ്യം സ്മൂത്ത് കിട്ടുന്നുണ്ട്. അത് പിന്നെ നമുക്ക് ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ജസ്റ്റ് ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല. ഏകദേശം 1 ഇയറിന്റെ മേലെ ഞാൻ ഈ ഫിനിഷ് ഷോക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിത്ത് ഹൈറ്റ് നെറ്റും സ്റ്റോക്ക് നെറ്റും അതേപോലെ തന്നെ ഹൈറ്റ് കുറഞ്ഞ നെറ്റും ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ വണ്ടിക്ക് മാത്രമല്ല, ഞാൻ ഈ വണ്ടിയിൽ ഉപയോഗിച്ചിട്ട് എന്റെ കൂടെ പിന്നീട് ഇരുന്നിട്ട് അവന് ഓക്കെ ആയതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരന് ഒരു പൾസർ ഉണ്ട് 150, പുതിയ ഒരു 2017 മോഡൽ. അതിലേക്ക് നമ്മൾ ഫിനിഷ് ഷോക്ക് വാങ്ങിയിട്ടായിരുന്നു. അപ്പൊ ഇട്ട സമയത്ത് ഭയങ്കര ഹൈറ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര ഹൈറ്റ്. പക്ഷെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആ ഒരു സസ്പെൻഷൻ തരുന്നുണ്ട്. പക്ഷെ നമ്മൾ ലോവർ ചെയ്തിട്ട് അതിൽ ഇട്ട് നോക്കുമ്പോൾ നല്ലൊരു കംഫർട്ട് ഒന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളവരെ കയറി കഴിഞ്ഞാൽ നല്ല സ്വിങ്ങിങ് ആയിരിക്കും, നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആ ഒരു സെറ്റപ്പില് ഫീൽ ചെയ്യുന്നത്. കുറച്ച് വെയിറ്റ് ഉള്ള ആൾക്കാർ ബാക്കിൽ കയറി ഇരുന്ന് തന്നെ ഫ്രണ്ടിലെ വെയിറ്റ് ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സ്വിങ്ങിങ് അനുഭവപ്പെടുന്നുണ്ട് ഫിനിഷ് ഷോക്കിൽ. അത് ചെറിയൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ഡിസ്കംഫർട്ട് ആണ്. അത്യാവശ്യം നമുക്ക് കൈ കൊടുത്ത് പോകാൻ പറ്റത്തില്ല. അത് ചില സമയത്ത് ചിലപ്പോൾ പോപ്പപ്പ് ആകാൻ ഒരു ടെൻഡൻസി കൂടെ കാണിക്കുന്നുണ്ട്. ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല ഒരു വെയിറ്റുള്ള പിനിയൻ ബാക്കിൽ ഇരുത്തിയാൽ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ പറഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് CD100 അങ്ങനെയെല്ലാം പോവാം. ഇല്ലെങ്കിൽ സ്റ്റോക്ക് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചെലവാക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾ നിറയെ യൂസേഴ്സ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ട് ഈ കാര്യം തീരുമാനിച്ചാൽ മതി. ഇനി വാങ്ങുന്നവര് വാങ്ങിയവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ലുക്കിന് വേണ്ടിയാണെങ്കിൽ വാങ്ങിയിട്ടോളൂ, കുഴപ്പമില്ല. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിട്ടുന്ന നല്ല ലുക്കുള്ള സസ്പെൻഷൻ ഇതാണോ. പക്ഷെ നമുക്ക് ഒരു പർപ്പസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ള ബേസിൽ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് വാങ്ങരുത്. ഒരു കംഫർട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് വാങ്ങരുത്. അതേപോലെ തന്നെ ഞാനിപ്പോ ഈ പ്രീസെറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും സ്മൂത്തുള്ള പ്രീസെറ്റാണ് രണ്ടെല്ലാം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ചില സമയത്ത് നിങ്ങളുടെയൊക്കെ ചില സൈഡിക്ക് ഈ ഷോക്കിന് ഒരു വെട്ടലൊക്കെ ഉണ്ട് കേട്ടോ. വെട്ടല പറഞ്ഞു വെച്ചാൽ ഒരു സൈഡ് എന്റെ ഒരു മീഡിയം കൂടുതലായിരുന്നു, സ്മൂത്തിന്ന് ഒരു പോയിന്റ് കൂടുതലായിരുന്നു. അപ്പൊ ഒരു സൈഡ് അങ്ങനെ ആയ സമയത്ത് ചില സമയങ്ങളിൽ നമ്മൾ പിന്നീനൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ഒന്ന് സൈഡിലേക്കൊക്കെ പോകുന്ന ഒരു ബബിളിംഗ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അനുസരിച്ച് റെഡിയാക്കിയപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. പക്ഷെ നല്ല വെയിറ്റ് ഉള്ള ഒരു പിനിയൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സൈഡിലേക്ക് ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ലോണം ഇങ്ങനെ താന്ന് പോയിക്കൊണ്ടേയിരിക്കും, കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. നമുക്ക് എല്ലാ സമയത്തും അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റത്തില്ലല്ലോ. ഇത് പ്രീസെറ്റ് മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് മാറ്റാൻ നമുക്ക് അത്യാവശ്യം നല്ല പ്രഷറോട്ട് വലിച്ചിട്ട് കൈ കൊണ്ട് തന്നെ മാറ്റാം, വലിയ വേറെ ടൂൾസിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഈ ഒരു പ്രൈസ് കൊടുത്തിട്ട് പർപ്പസ്ഫുൾ അല്ല കേട്ടോ.
അതൊന്നും ഞാൻ പറയാലോ, ഇത് അത്ര വർത്തായിട്ടുള്ള ഒരു ബൈ ഒന്നും അല്ല ഫിനിക്സ് ഷോക്ക്. അതുകൊണ്ട് എന്തായാലും ഇനി ആരും വാങ്ങാൻ നിൽക്കണ്ട, ആരും ഈ പൈസ കളയണ്ട. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു, അതിനാണ് ഈ ചെറിയ വീഡിയോ ഞാൻ ചെയ്തത്. നമുക്ക് മാർക്കറ്റിൽ കുറെ എന്താ പറയാ ഫ്രോഡ് തരത്തിലുള്ള ഒരു ഇതുണ്ട് കേട്ടോ, സെറ്റപ്പ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് റേറ്റ് ഒക്കെ ഇട്ടിട്ട് റേറ്റ് പറഞ്ഞ് ആൾക്കാർ അത് വേണമെന്ന് ചെയ്യണം, പിന്നെ സാധനം കിട്ടാനും ഇല്ല, അപ്പൊ അത് വാങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഇനി ആരും വാങ്ങരുത്, ഇനി ഒരുപാട് പൈസ ചെലവാക്കരുത്. ഈ ഷോക്കിന്റെ കാര്യം പറഞ്ഞാൽ ആരും പൈസ ചെലവാക്കണ്ട. സ്റ്റോക്ക് ഉള്ളവരാണെങ്കിൽ സ്റ്റോക്ക് തന്നെ ഉപയോഗിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് വല്ല പറഞ്ഞ പോലെ CD100 ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ എനിക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് എന്ന് വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവ് മറക്കാതെ തന്നെ ഒരു ലൈക്ക് തരിക. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ വിസിറ്റ് ചെയ്യാന്ന് വെച്ചാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. അപ്പൊ ഇനി അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഔട്ട്.